എൻ്റെ പത്രിക തള്ളുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെങ്കിലും സ്ത്രീ ആയതുകൊണ്ടും ഞാൻ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ പാവപ്പെട്ട നിർമ്മാതാക്കളെ എല്ലാം പിഴിഞ്ഞുണ്ടാക്കിയേക്കുന്ന കാശാണ്. ആ കാശ് കൊണ്ട് ഇവരെല്ലാവരും പുട്ടടിച്ച് ഇത്രയും നാൾ ജീവിച്ചു. അത് ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ബിൽഡിംഗ് ഉണ്ടാക്കിയേക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഉള്ള റൂമുകൾ തന്നെ മറ്റ് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ. അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അവിടുത്തെ ഒരു നിർമ്മാതാവ് എന്നോടൊരു ലിഫ്റ്റ് ചോദിച്ചു. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുക. സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് പുള്ളി അപ്പോൾ പറഞ്ഞൊരു വാചകം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും. ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയായിരുന്നു അദ്ദേഹം എന്ന്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു താരത്തിന് ഡോറ് തുറന്നു കൊടുക്കാനും കസേര വലിച്ചിട്ട് കൊടുക്കാനും നിൽക്കുന്ന ആളാണ്. അവിടെ വീട്ടുപണി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളുടെ പുറകിലുള്ള അവരുടെ ട്രൂ കളർ എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ശക്തമായ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. സാന്ദ്ര, ഇതുവരെ കാണാത്ത നാടകങ്ങളാണ് അസോസിയേഷൻ തലപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞു കേട്ടത്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി താങ്കളുടെ ഇതിനെതിരെയുള്ള നീക്കം? ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഇന്നലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ് അവർ നടത്തിയ നാടകം. അതിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാരണം തുടക്കം തന്നെ അവർ എൻ്റെ പത്രിക തള്ളുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെങ്കിലും ആദ്യം തന്നെ കലാസംഘം ഹംസയുടെ പത്രിക എടുക്കുന്നു. അതിൽ അദ്ദേഹം 2 ബാനറിൻ്റെ പേരിൽ 2 സിനിമകളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഒരു മെമ്പർ അവിടെ എഴുന്നേറ്റ് നിന്ന്, അതായത് സജി നന്ദിയാട്ട് എന്ന് പറയുന്ന മെമ്പർ എഴുന്നേറ്റ് നിന്ന് ഭരണാധികാരിയോട് ചോദിക്കുന്നു, സാർ ഇവിടെ 10-25 വർഷമായിട്ടിരിക്കുന്നതല്ലേ, ഇതിനു മുമ്പും കലാസംഘം ഹംസ ഇവിടെ കീ പോസ്റ്റിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്, പിന്നെ എന്തിനാണ് ഇത്രയും സൂക്ഷ്മപരിശോധനയുടെ ആവശ്യമില്ലല്ലോ, അദ്ദേഹം 2 ബാനറിലാണ് ചെയ്തേക്കുന്നുള്ള സാറിന് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അത് അംഗീകരിക്കേണ്ടതായി വന്നു. ഇതിനു മുമ്പും അദ്ദേഹം മത്സരിച്ചിട്ടുള്ളതാണ്. രണ്ടാമത് വിശാഖിൻ്റെ വരുന്നു. വിശാഖിൻ്റെ വരുമ്പോഴും സെയിം പ്രോബ്ലം. 2 ബാനറിൻ്റെ പേരിലാണ് വിശാഖ് സിനിമകൾ ചെയ്തിരിക്കുന്നത്. ഫാന്റാസ്റ്റിക് മൂവീസിൻ്റെ ബാനറിലും മെറിലാൻഡ് സിനിമാസിൻ്റെ 2 ബാനറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭയങ്കര ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു. ഇതിലേറ്റവും തമാശ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് വിശാഖിനോട് പറയുന്നത്, വിശാഖ് എൻ്റെ ഒപ്പം ഇട്ടോളൂ, അവർ തള്ളട്ടെ, അത് അവർക്ക് ഗുണമാണ്. അതിന് എൻ്റെ കൂടെ കൂട്ടത്തിൽ തള്ളി, എൻ്റെ കൂട്ടത്തിൽ വേറൊരാളുടെയും കൂടെ അവർക്ക് തള്ളി എന്ന് പറയാമല്ലോ. അപ്പം ആ ഐഡിയ ഞാൻ പറഞ്ഞു, എന്നെ അടിക്കാനുള്ള വടി ഞാൻ തന്നെ തരുക. പക്ഷേ ഞാൻ വിശാഖിനോട് അത് പറയാൻ കാര്യം, പുതിയ തലമുറയിൽ പുതിയ സിനിമകൾ ചെയ്യുന്ന പുതിയ നിർമ്മാക്കൾ അസോസിയേഷൻ്റെ ഭാഗമായി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് പടം ചെയ്തിട്ടുള്ള അന്നത്തെ ടെക്നോളജിയും അന്നത്തെ സിനിമയും എല്ലാം മാറിക്കഴിഞ്ഞു. ഇവർക്ക് ഇന്ന് പുതിയ തലമുറയുടെ സിനിമ എന്താണെന്ന് അറിയില്ല. അവർ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ ആരും സിനിമ ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവരാണ് അവിടുത്തെ ഭൂരിഭാഗം രാജാക്കന്മാരും. അപ്പം അതുകൊണ്ട് തന്നെ വിശാഖിനോട് ഞാനാണ് പറഞ്ഞത്, ആ കൂട്ടത്തിൽ ഇട്ട് തള്ളിച്ചോളൂ, എന്തായാലും എൻ്റെ തള്ളും, ആ കൂട്ടത്തിൽ വിശാഖിൻ്റെ തള്ളും, ഞാൻ കോടതിയിൽ പോവും, അപ്പോൾ എനിക്ക് അപ്രൂവൽ കിട്ടുമ്പം വിശാഖിനും കിട്ടും. പക്ഷെ അവിടെ ഒരു ഇത് നടന്നതെന്ന് വെച്ചാൽ ഹംസയ്ക്ക് കൊടുക്കുകയും വിശാഖിൻ്റെ കാര്യം വന്നപ്പോൾ ഭരണാധികാരി ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് അവിടെ ഇരുന്ന ബാക്കിയുള്ള നിർമ്മാതാക്കളും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പത്രിക എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് എൻ്റെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ കൊടുത്ത പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചു. ഈ മെമ്പർഷിപ്പിന് ഞാൻ കൊടുത്ത പേപ്പേഴ്സിൽ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്ക് സംശയമൊന്നുമില്ല, മെമ്പർഷിപ്പിന് ആവശ്യമായ സാധനം എന്താണോ അവർ ചോദിച്ചത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ എന്നോട് ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അതാണ് കൊടുത്തിരിക്കുന്നത്. എന്താണോ ഇവിടുത്തെ മെമ്പർഷിപ്പിന് വേണ്ട സാധനം അത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അല്ല സംശയമൊന്നും ഇല്ലല്ലോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത്. പിന്നെ എനിക്ക് സംശയമില്ല. ഞാൻ പറഞ്ഞു വേറെ ആരോടും ചോദിക്കാത്തത് എന്നോട് മാത്രം എന്തിനാണ് ചോദിക്കുന്നത്? അതിൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ എന്താണ് കൊടുത്തേക്കുന്നതെന്നുള്ളത് ഞാൻ അവരെന്താണോ ചോദിച്ചത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഇതെടുക്കുന്നു, അതിനകത്ത് അവർ 2 സെൻസസ് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിരിക്കുന്നു. പക്ഷെ അവിടെയുള്ള ബാക്കിയുള്ള നിർമ്മാതാക്കളുടെയൊക്കെ എത്ര സെൻസസ് സർട്ടിഫിക്കറ്റ് അസോസിയേഷനിലുണ്ട്? എല്ലാവരും ആദ്യം അഡ്മിഷൻ എടുക്കാൻ നേരം അവരെന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒരു നിയമത്തിനെ വളച്ചൊടിച്ച് എനിക്കെതിരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സാങ്കേതികമായ ഒരു എന്താ പറയുക, ഒരു സാങ്കേതിക പ്രശ്നം അവർ വെറുതെ വളച്ചൊടിച്ചുണ്ടാക്കിയേക്കുന്നതാണ്. അല്ലാതെ സത്യത്തിൽ അതില്ല. സത്യത്തിൽ ഞാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ ആ സ്റ്റേജിൽ കയറി ഇരുന്ന ആളുകളെക്കാൾ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞാൻ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സാന്ദ്ര അസോസിയേഷൻ്റെ തലപ്പത്തേക്ക് വന്നാൽ എന്തൊക്കെയാണ് അവരെ ബാധിക്കുന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാണ് ഭയക്കുന്നത്? ശരി, അവർ ഭയക്കുന്നത് വർഷങ്ങളായി, 10-25 വർഷമായി ആ അസോസിയേഷനെ കൊണ്ട് ഇവർ 10 കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ഈ അഴിമതി വെളിയിലേക്ക് വരും. ഇത് ഈ പാവപ്പെട്ട നിർമ്മാതാക്കളെ എല്ലാം പിഴിഞ്ഞുണ്ടാക്കിയേക്കുന്ന കാശാണ്. ആ കാശ് കൊണ്ട് ഇവരെല്ലാവരും പുട്ടടിച്ച് ഇത്രയും നാൾ ജീവിച്ചു. അത് ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അത് എല്ലാവർക്കും, ഞാൻ അടക്കമുള്ള മറ്റ് നിർമ്മാതാക്കളുടെയും കൂടെ അവകാശമാണത്. അത് അങ്ങനെ സംഘടനയെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കത്തില്ല. കൂടാതെ അവരിപ്പോൾ ഒരു അസോസിയേഷൻ ബിൽഡിംഗ് ഉണ്ടാക്കി. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയേക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ആർക്കും ഉപകാരമില്ല. ഈ ഇരിക്കുന്ന മെമ്പേഴ്സിന് കിടക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ബാക്കി ആർക്കും അതുകൊണ്ട് ഉപകാരമില്ല. അത് വേറൊരു മെമ്പേഴ്സിന് അത് കൊടുക്കത്തില്ല. അവിടെ റൂംസ് ഉണ്ട്, ആ റൂംസ് ഒന്നും ആർക്കും കൊടുക്കത്തില്ല. അതിനൊക്കെ ഇപ്പോൾ ഓൾറെഡി പരാതി പോയിട്ടുണ്ട്. അവിടെ ഞാനല്ല, മറ്റു മെമ്പേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ട്. മെമ്പേഴ്സിന് റൂംസ് കൊടുക്കുന്നില്ല. ഉള്ള റൂമുകൾ തന്നെ മറ്റ് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരാതികൾ പോയിട്ടുണ്ട്. അതൊക്കെ ഇനി എനിക്കറിയത്തില്ല ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്തായാലും ജനറൽ ബോഡിയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ പല ആളുകളുടെ കയ്യിൽ നിന്നും വലിയ കുത്തക, വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്ന്, കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ ബ്രൈബ് വാങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ മൂടപ്പെട്ടു പോയിട്ടുണ്ട്. പല വലിയ സ്കാമുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഈ ഒരു മീഡിയയിൽ കൂടെ പുറത്തേക്ക് പറഞ്ഞാലൊന്നും പൊതുസമൂഹത്തിന് അത് മനസ്സിലാവത്തില്ല. ഞാൻ എന്താണ് ഈ പറയുന്നതെന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. അവർ കാണുന്നത് സിനിമ മാത്രമാണ്. സിനിമയുടെ മുന്നിൽ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്ന് പറഞ്ഞ് വേറൊരാൾ പറയുന്നൊരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കളികൾ, അത് എന്തിനാണ് ഞാനിങ്ങനെ തുറന്ന് കാണിക്കുന്നതെന്നും ആൾക്കാർക്ക് സംശയം തോന്നാം. പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കണം ആളുകൾ. എന്താണ് ഈ പറയുന്ന നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളുടെ പുറകിലുള്ള അവരുടെ ട്രൂ കളർ എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം. സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ശക്തമായി എതിർക്കാൻ അവരെന്തായാലും രംഗത്ത് വരും. അപ്പോൾ സാന്ദ്രയ്ക്ക് അതിന് കൃത്യമായ തെളിവുകൾ കാണിക്കാനുണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ തെളിവില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഞാൻ എൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പതറിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അവരെവിടെയാണ് പതറുന്നത് അത് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ പതറുന്നത്. മനസ്സിലായോ? അത് എനിക്കെന്നല്ല, ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള മറ്റ് നിർമ്മാതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പുറത്തേക്ക് വന്ന് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പറഞ്ഞവരെ എല്ലാം പുറത്താക്കിയിട്ടുണ്ട്. കാര്യം ഇതൊരു കോക്കസിൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷമായി. അതുകൊണ്ട് തന്നെ അവരത് എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് ഇത് ചെയ്തിരുന്നത്. അപ്പം ഒരു പാനലായിട്ട് നിന്ന് ജയിക്കാൻ ഇവിടെ മത്സരങ്ങൾ നടക്കാറില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ഇവർ എതിരില്ലാതെ ജയിക്കാനാണ് എപ്പോഴും നോക്കുന്നത്. എതിര് വരും എന്നുള്ളത്, എതിര് വന്നാൽ അവർ തോക്കും. അതായത് വോട്ടിടേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ തോക്കും എന്നുള്ളത് അവരെ അറിയാവുന്നത് കൊണ്ട് എതിരില്ലാതെ ജയിക്കാനാണ് അവരെപ്പോഴും നോക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള നിർമ്മാതാക്കളെ സൈലന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. ആരെതിരഭിപ്രായം പറയുന്നു അവരെ അപ്പം ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് പുറത്താക്കുക എന്നുള്ളൊരു നയമാണ് അവരുടെ. അങ്ങനെ ഈ 10 വർഷത്തിനുള്ളിൽ 2016 610 പേരുണ്ടായിരുന്ന സംഘടന ഇന്ന് 310 പേരേ ഉള്ളൂ. അതിൻ്റെ കാരണം
ശബ്ദം ഉയർത്തിയവരെ എല്ലാം പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ നിർമ്മാതാവും കോടതി പോകണം. ഇത് നിങ്ങൾ കാണുമ്പോൾ പൊതുസമൂഹം കാണുമ്പോൾ നിർമ്മാതാവല്ലേ, പൈസക്കാരനല്ലേ, അയാൾക്കാവാലോ എന്ന് വിചാരിക്കും. സത്യത്തിൽ അതല്ല. ഓരോ നിർമ്മാതാവും ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് അവരുടെ സകലതം പണയം വെച്ചായിരിക്കും എത്തിക്കുന്നത്. അവിടുന്നും ഇവിടുന്നും പൈസ മറിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ. ഒരിക്കലും ഒരു സിനിമയും പറഞ്ഞ ബഡ്ജറ്റ് തീരാറില്ല. അതുകൊണ്ട് തന്നെ എത്രയാണോ പറഞ്ഞ ബഡ്ജറ്റ് അതിൻ്റെ ഇരട്ടിയിലായിരിക്കും തീരാറ്. അപ്പം കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നതും കടം മേടിച്ചതും എല്ലാം അത്രയും ബുദ്ധിമുട്ടിലായിരിക്കും ഓരോ നിർമ്മാതാവും നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഇനി കേസും കോടതിയായിട്ട് അതിൻ്റെ പുറകെ ടൈം, എനർജി, പൈസ ഇതെല്ലാം ഇൻവോൾവ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് വിനയൻ സാർ ഒരു ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കി. അന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലൊരാൾ കോടതിയും കേസുമായിട്ട് 8 വർഷം കോടതി കേസ് കളിച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു കയറിയത്. 8 വർഷം പത്രിക തള്ളിയില്ലായിരുന്നെങ്കിൽ സാന്ദ്രയ്ക്ക് ഇതിന്റെ തലപ്പത്തേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു 100%. അതിനകത്ത് ഒരു സംശയവും ഇല്ല. അത് അവർ തോക്കുമെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ അവരെന്റെ പത്രിക തള്ളാൻ ശ്രമിക്കുന്നത്. കാര്യം അവർക്ക് ജയിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള നിർമ്മാതാക്കൾ ആരും പൊട്ടന്മാരല്ലല്ലോ. അവരെല്ലാം എല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ വൻ അഴിമതിയാണ് നടക്കുന്നത്. അവിടെ അവർ ഈ അസോസിയേഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന താരസംഘടനയുടെ ഒരു ഉപസംഘടന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇവരെല്ലാവരും താരങ്ങളുടെ കീഴിൽ പോയി സാഷ്ടാംഗം പ്രണാമം വെച്ച് കിടക്കുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു താരത്തിന് ഡോറ് തുറന്നു കൊടുക്കാനും കസേര വലിച്ചിട്ട് കൊടുക്കാനും നിൽക്കുന്ന ആളാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ബാക്കി നിർമ്മാതാക്കളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം അവിടെ വീട്ടുപണി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണെന്ന് ആലോചിക്കണം. അപ്പം ബാക്കിയുള്ള സാധാരണ നിർമ്മാതാവായ ബാക്കി നിർമ്മാതാക്കൾക്ക് താരങ്ങളുടെ മുന്നിലുള്ള വില എന്താ? ഇപ്പോൾ ഒരുപാട് മുഖ്യധാരയിലുള്ള താരങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് സാന്ദ്ര. 9-ലധികം സിനിമകൾ സാന്ദ്രയുടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇവരോടൊക്കെ സാന്ദ്രയുടെ ഇത്തരത്തിലുള്ള അപ്രോച്ചിൽ ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതായത് എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തതുമായ ഒരുപാട് താരങ്ങളൊക്കെ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് കൂടുതലും. അതിനകത്ത് സന്തോഷം പുരുഷന്മാരാണ് കൂടുതലും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് സാൻഡ്ര ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ഒരു മെയിൻ സ്ട്രീം നടന്മാർ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ത്രീകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. കാര്യം അറ്റ്ലീസ്റ്റ് അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ. ഒരാളൊരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് കാണിക്കാനായിട്ട്, അതെന്ന് പറയാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാനസികമായ പിന്തുണയെങ്കിലും തരുന്നുണ്ടല്ലോ. അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. സിനിമയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിലേറ്റവും നമ്മുടെ സിനിമയുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ 2 മുഖങ്ങൾ എന്ന് പറയുന്ന 2 വ്യക്തികൾ, മമ്മൂട്ടിയും മോഹൻലാലും, അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ പിന്തുണ എത്രത്തോളമാണ്, അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്? പറയാവോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയുമോ? പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു. മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത്? എന്താ തോന്നിയത് സാന്ദ്രയ്ക്ക്? അതിൻ്റെ ഉത്തരം ഞാൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞതും അതാണ്, എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്.
മോഹൻലാലിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. പത്രിക സമർപ്പിക്കാനായിട്ട് സാന്ദ്ര എത്തിയത് പർദ്ദ ധരിച്ചിട്ടായിരുന്നു. അത് തന്നെ വലിയൊരു പ്രതിഷേധമായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തുറന്നു കാണിക്കാൻ സാന്ദ്രയെ പ്രേരിപ്പിച്ചത് എന്താ ശരിക്കും? ഇതിനുള്ളിൽ ഇത്രയധികം അഴിമതി നടക്കുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള പല മോശം പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. സാന്ദ്രയുടെ ഒരു വശം എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് ഒരാളെ കൂടെ എനിക്ക് ഇവിടെ വന്നിരുന്ന ഒരു മൈക്കും കൂടെ ഉണ്ടാവുമോ നിങ്ങളുടെ അടുത്ത്? ഉണ്ടല്ലോ. സുൽത്താന എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ പർദ്ദ ധരിച്ച് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയത് എന്നുള്ളത് ചോദിച്ചു. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എൻ്റെ പ്രതിഷേധത്തിൻ്റെയും എൻ്റെ ഗതികേടിൻ്റെയും കൂടെ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് ഞാൻ അങ്ങനൊരു വേഷം ധരിച്ച് പോകേണ്ടതായിട്ട് എനിക്ക് വന്നത്. കാരണം ഈ നോമിനേഷൻ അതിന് മുമ്പ് തന്നെ എൻ്റെ പത്രിക തള്ളും, കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെൻ്റെ പത്രിക തള്ളും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ വരണാധികാരിയെ പോയി കണ്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയി കണ്ടത്. അപ്പം പോയി കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തിന് അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറയുകയാണ്, എനിക്ക് യോഗ്യതയില്ല മത്സരിക്കാൻ. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് സാറിന് അറിയാവുന്നത്? എനിക്ക് യോഗ്യതയില്ല, ഞാൻ 2 പടേ ചെയ്തിട്ടുള്ളതെന്ന് സാറിന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ, അല്ല അതൊക്കെ എനിക്കറിയാം, 2 പടേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ള നിർമ്മാതാവാണ്, ഞാൻ ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുള്ള, എൻ്റെ പേരിൽ 9 സിനിമകൾ സെൻസർ ചെയ്തിട്ടുള്ളൊരു നിർമ്മാതാവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് എതിർക്കാൻ പറ്റിയില്ല. ഞാൻ അതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ശരിയാണ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഇപ്പോൾ വീഡിയോയിലെല്ലാം കാണുന്ന ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിയാണ്, എൻ്റെ ഭാഗത്താണ് 100% ശരി, പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം അവരുടെ കൂടെ 25 വർഷമായി അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ പുള്ളിക്ക് വഴിയുള്ളൂ, അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് തുറന്നു പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും. ഞാൻ ലിറ്ററലി അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ കരഞ്ഞു. മനസ്സിലായോ? എനിക്ക് എൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ടും അദ്ദേഹം അതിനെ നിഷേധിക്കുകയല്ല, അദ്ദേഹത്തിനും അത് മനസ്സിലാക്കിക്കൊണ്ട് നിഷേധിക്കുകയാണ്. ഞാൻ തള്ളുക തന്നെ ചെയ്യും, ഇത് ശരിയാണ്, നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ ഭാഗത്ത് 100% ശരിയാണ്, പക്ഷേ എനിക്ക് ഞാൻ തള്ളുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനായതുകൊണ്ടും അദ്ദേഹം ഒരു ജെനുവിനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നോട് ഉള്ള സത്യം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം തള്ളുമെന്ന് പറഞ്ഞതിൻ്റെ ഞാൻ എങ്ങനെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു വലിയ സംഘത്തിനെതിരെയാണ് നിൽക്കുന്നത്, അവരാണ് ഒരു സംഘം ആളുകൾ എന്നെ എതിർത്ത് നിൽക്കുകയാണ്, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? അപ്പോഴാണ് എൻ്റെ മമ്മി ഇങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഞാൻ എന്താ അമ്മി ചെയ്യുക, എനിക്ക് പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. പുള്ളിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും പുള്ളി ഇത് ചെയ്യില്ല, അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ല, എനിക്ക് നിവൃത്തിയില്ല എന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്നത് എല്ലാം ശീല ചേച്ചിയും സാക്ഷിയാണ് ഇതിനെല്ലാം. അപ്പം അവസാനം ഞങ്ങൾ സാറിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പം എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവന്മാരുടെയൊക്കെ മുന്നിൽ പോകണമെങ്കിൽ പർദ്ദ ഇട്ടിട്ട് പോകേണ്ടി വരുമല്ലോ ഇനി എന്ന് പറഞ്ഞ്. അതിൽ നിന്നാണ് ഞാൻ ആലോചിച്ചത്, ഇത് അറിയണം, ഇത് ആളുകൾ അറിയണം, ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള ആളുകൾ അറിയണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേഷം ഇട്ട് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് പൊരുതുന്നതിനും ഫൈറ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും പരിധികളില്ലേ. എൻ്റെ ഗതികേടിൻ്റെ അങ്ങേ അറ്റമാണ് ഞാൻ അങ്ങനെ എനിക്ക് വേഷം ധരിച്ച്. അപ്പോഴും അവരവിടെ പറയുന്നുണ്ട് ഞാനൊരു കോമഡി പീസായിട്ട് പോയേക്കാണ്. എന്നെ അങ്ങനെ ആക്കിയതാരാ? എന്നെ അതുപോലെ എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാരാ? ഈ പറയുന്ന നിർമ്മാതാക്കളെല്ലാമാണ്. ഇപ്പം ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ അത് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കും. എനിക്ക് എവിടുന്ന് കിട്ടി ഇത്രയും തൊലിക്കട്ടി? എനിക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? ആ ധൈര്യം എവിടുന്നാ? എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. എൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ടും അറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് മുന്നിലേക്ക് വന്നത്.
പലരുടെയും നോട്ടത്തെ ഭയക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘടനയുടെ തലപ്പത്ത് നിന്നും പലരിൽ നിന്നും സ്ത്രീകൾക്കെതിരെയുള്ള മോശം നോട്ടങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെ എത്രത്തോളം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആ വാർത്ത? അത് അതിന് ഉത്തരം പറയേണ്ടത് ഷീല ചേച്ചിയാണ്. കാര്യം അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത്. പറയുന്നു. അതെ, ഷീല ചേച്ചി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പറാണ്, നിർമ്മാതാവാണ്. ഓക്കെ, ഞാൻ ശരിക്കും എനിക്കവിടെ എല്ലാവരുമായിട്ട് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എല്ലാവരെയും എൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു സാഹചര്യത്തിൽ എനിക്കും ഈ ഒരു കാര്യങ്ങളിൽ കുറച്ച് അനുഭവങ്ങളുണ്ടായി. അവിടുന്ന് ഒരു ജനറൽ ബോഡി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു നിർമ്മാതാവ് എന്നോടൊരു ലിഫ്റ്റ് ചോദിച്ചു. ഓക്കെ, പോകുന്ന വഴിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഹിസ് മൈ ഫ്രണ്ട്, ഓൾറെഡി എൻ്റെ ഫ്രണ്ടാണ്, പ്രശ്നമൊന്നുമില്ല, പിന്നെ നല്ല പോകുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് അകത്തോട്ട് കയറിയാൽ മതി. പക്ഷെ അങ്ങോട്ട് ഞാൻ അയാളെ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ഒരു വല്ലാത്ത പെരുമാറ്റം, നമുക്കറിയാത്ത ഒരു വൈകൃതമായിട്ട് ചിലർ പെരുമാറില്ലേ, അറിയാതെ കൈ തൊടുക, നമ്മൾ അറിയുന്നില്ല, അല്ലെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊരു ഭാവത്തിൽ. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം എൻ്റെ ശരീരത്തെ കയറി പിടിക്കുക. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഒരു 4 കൂടിയ റോഡും അതോ 3 കൂടിയ റോഡാണോ എനിക്ക് ഓർമ്മയില്ലാതെ. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു കാണയുടെ സൈഡിലേക്കാണ് വണ്ടി നിർത്തി, അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷെ ആ ഒരു സാഹചര്യത്തെ ഞാൻ ഫേസ് ചെയ്തത് ഭയങ്കര എനിക്ക്, കാരണം ഞാൻ ആലപ്പുഴ വരെ എത്തണം, എൻ്റെ വീട് വരെ എത്തണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു 40 കിലോമീറ്റർ മേലെ ഉണ്ട്. ഞാൻ ശരിക്കും പോലെ അലറി കരഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്താണ് ഞാൻ പോയത്. കാരണം അതൊരു ഷോക്കായിരുന്നു. ഒരു നിർമ്മാതാവാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ആങ്ങളെ. ഞാൻ ലോകത്തിൽ ഒരാളെയും ഞാൻ എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ കരുതാറില്ല. കാരണം എനിക്ക് ഓൾറെഡി 3 ആങ്ങളമാരുണ്ട്, 68 ആങ്ങളമാർ അല്ലാതെയും ഉണ്ട്. സോ എനിക്ക് ആങ്ങളമാർ വേണ്ട. അപ്പോൾ നല്ല സുഹൃത്തായിട്ട് കരുതിയിരുന്ന, സ്പെഷ്യലി എനിക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, അയാൾ ശരിക്കും ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യം പരിചയപ്പെട്ട എൻ്റെ നല്ല സുഹൃത്തായിട്ട് ഞാൻ കരുതിയിരുന്ന ഒരാളാണ്. പക്ഷെ അയാൾ എൻ്റെ ശരീരമായിരുന്നു അയാളുടെ മുന്നിൽ, അയാളുടെ വൈകൃതത്തെ പ്രദർശിപ്പിക്കാൻ കാണിച്ചത് എൻ്റെ ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എനിക്കൊരു കാരണം ഞാനൊരു മോനുള്ള ഒരു 27 വയസ്സുള്ളൊരു മോനുള്ള ഒരു അമ്മയാണ് ഞാൻ. അന്ന് ഒരു 2-3 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എപ്പോഴെങ്കിലും പരാതിപ്പെട്ടിരുന്നോ സംഘടനയോട്? ഇല്ല, പരാതിപ്പെടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യത്തിൽ. കാരണം അറ്റ്ലീസ്റ്റ് ഞാൻ കരുതിയിരുന്നു അയാൾ പിറ്റേന്ന് വിളിച്ച് മാപ്പെങ്കിലും ഒന്ന് പറയുമെന്ന്, എനിക്ക് പറ്റിപ്പോയി എന്ന്. പക്ഷെ അയാൾ ഇന്നത്തെ ദിവസം ഇന്ന് മാപ്പ് പറഞ്ഞു, എന്നോടല്ല മറ്റു പലരോടും. അത് സെറ്റിൽ ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞത് ഇന്നോ, അതെന്താന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുന്നത് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ഇവർക്ക് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്, ജനറൽ ബോഡിയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ആ ചോദ്യത്തിനകത്ത് ഒരു ചോദ്യം ഇതായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ഇപ്പം പല വഴി കൂടെ അവർ ശ്രമിക്കുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അനുഭവം നമ്മൾ ഈ അസോസിയേഷൻ ശ്രീ സുരേഷ് കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും അനിൽ തോമസും രാകേഷും എല്ലാം ഇരുന്നൊരു ബോഡിയിൽ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നൊരു സദസ്സിൽ വെച്ചിട്ട് ഇത് പറയണം. പറയേണ്ട സാഹചര്യം വന്നു. മറ്റൊരു പ്രൊഡ്യൂസർ, എൻ്റെ കൂടെയുള്ളൊരു ലേഡി പ്രൊഡ്യൂസറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. പുള്ളിക്കാരി അപ്പോഴത്തേക്ക് ഷിലാജിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്നോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്, പറയാൻ പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറയേണ്ടി വന്നു. പറഞ്ഞ സമയത്ത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ്, പുള്ളി അപ്പോൾ പറഞ്ഞൊരു വാചകം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും. എന്തോ ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയായിരുന്നു അദ്ദേഹമെന്ന്. എൻ്റെ ഡ്രൈവിംഗ് ഓക്കെയാണ്, ഞാൻ ആലപ്പുഴ ഈ ലോകമെമ്പാടും ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കാൻ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഇല്ലേ? അല്ലെങ്കിൽ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് അത് എന്നിട്ട് അങ്ങ് ചിരിക്കുകയാണ്, മനസ്സിലായോ? ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ചിരിച്ചപ്പം ആ കൂട്ടത്തിൽ എല്ലാവരും ചിരിച്ചു. അത് ആ കൂട്ടത്തിൽ സ്ത്രീകളടക്കം ചിരിച്ചു എന്നുള്ളതാണ്. ആ ചിരിച്ചത് അതൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ കണ്ടീഷനിങ്ങിന്റെ ഒരു ഭാഗമായി വന്നു പോയതാണ്, മനസ്സിലായോ? പുരുഷന്മാര് ഒരു സാധനം അത് തമാശയാക്കി കാണിച്ചു കഴിഞ്ഞാൽ ആ തമാശയാണ് അവര് പറഞ്ഞത്, ശേഷമായിരിക്കും എന്താ പറഞ്ഞതെന്ന് പോലും അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ഒരാള് അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ വരെ പോയ ഒരു എക്സ്പീരിയൻസ്, ഒരു ടെറിഫൈങ് എക്സ്പീരിയൻസ് അവിടെ പറയുമ്പം തമാശയാക്കുവാണോ ലിസ്റ്റിനെന്ന് ഞാൻ ചോദിച്ചു. അത് തമാശയല്ല, തമാശേനെ തമാശയായിട്ട് കാണാൻ പഠിക്കുക ലിസ്റ്റിനെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അത് റിയലൈസ് ചെയ്യുന്നത്, മനസ്സിലായോ?
അപ്പം ഇത് നമ്മൾ പിന്നീട് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലിസ്റ്റിൻ മാനസികമായി ഞാനത് ലൈറ്റാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈറ്റാക്കേണ്ട ഒരു ചേച്ചി അത് ചേച്ചിക്കൊരു മോനുള്ളതല്ലേ, ചേച്ചി അത് അതിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാതെ ആ ഒരു രീതി. അതായത് ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ മകനെയും കുടുംബത്തെയും ബാധിക്കും, അത് പറയരുത്, അത് പറയരുതെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സ്ത്രീയെ മാനസികമായി തളർത്താൻ നോക്കുകയാണ്. ഞാനത് ലൈറ്റാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ നമ്മളോട് വൈകൃതങ്ങൾ കാണിച്ചവർ അല്ലെങ്കിൽ എന്നോട് ക്രൂരത ചെയ്തയാൾക്കും ഈ പരിഹസിച്ചവർക്കും ഇല്ലാത്ത എന്ത് നാണക്കേടാണ് അത് അനുഭവിച്ച എനിക്കുണ്ടാവുന്നത് അല്ലേ? അത് പറയുന്ന എനിക്കുണ്ടാവുന്നത് എനിക്ക് എന്ത് നാണക്കേട്. ഈ ലോക നിയമമാണോ ഇത്? ഒരു ഇരയെ ശിക്ഷിക്കുന്ന ഏർപ്പാടെന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല. ഒരുപാട് സ്ത്രീകൾ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നൊരു സമയമാണ്. അപ്പം ഇത്രയും കാലമായി 10-25 വർഷമായി ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ സിനിമകൾ ചെയ്യാത്ത ചിലരാണ് എൻ്റെ നേതൃനിരയിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനി ഇതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് എന്ന് വളരെ ശക്തമായി തോന്നുന്നതിൻ്റെ സാഹചര്യത്തിലാണോ മത്സരത്തിന് ഇറങ്ങിയത്? തീർച്ചയായിട്ടും അതെ. അതാണല്ലോ ഞങ്ങൾ ശബ്ദം ഉയർത്തുന്നത്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു മാറ്റം വരേണ്ടത് മൊത്തം ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ മാറ്റങ്ങൾ വന്നാലേ ഇൻഡസ്ട്രിയിൽ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അവിടെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നല്ല സിനിമകൾ ഉണ്ടാവും. നല്ല സിനിമകൾ ഉണ്ടായാൽ മാത്രം പോലെ അത് വിൽക്കപ്പെടാനും കൂടെ പറ്റണം. അതിനുള്ള സാഹചര്യം ഒരുക്കണം. ഇതൊന്നും ഇന്ന് അവിടെ നടക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാളുകൾ ഒരു മെയിൻ സാറ്റലൈറ്റ് ചാനൽ ഇവിടെയുള്ള പല നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നായിട്ട് സിനിമകൾ എടുക്കാനായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അവർ ഓൾമോസ്റ്റ് എഗ്രിമെന്റ് ആയി, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പറയുകയാണ്. അതിലൊരു നിർമ്മാതാവാണ് ഞാൻ, മനസ്സിലാവും. അത് എൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് ഒരു 10-20 നിർമ്മാതാക്കളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് പടം ചെയ്ത നിർമ്മാതാക്കളുടെ സിനിമകൾ എടുക്കാൻ പോയ ഒരു സാറ്റലൈറ്റ് ചാനൽ പെട്ടെന്ന് ഒരു ദിവസം പറയാണ്, ഓൾമോസ്റ്റ് എല്ലാം ആയി, എഗ്രിമെന്റിന് സൈൻ ചെയ്താൽ മതി. അവസ്ഥയിൽ വന്ന് പറയാം, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ബഡ്ജറ്റ് തീർന്നു എന്ന് പറയാണ്. അതെങ്ങനെയാണ്? ഓൾറെഡി നമുക്ക് ഓഫറും തന്ന് എഗ്രിമെന്റും എല്ലാം ആയ ഇതിൽ നിന്ന് എങ്ങനെയാണ് ബഡ്ജറ്റ് തീർന്നു പോയി എന്ന് പറയുന്നത്? ഇതെന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ച് പോയി അവസാനം എത്തിയപ്പം ആണ് മനസ്സിലാവുന്നത് ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇടപെട്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പോകാതെ കടന്നിരുന്ന പടങ്ങളെല്ലാം കൂടെ കൊണ്ടു കൊടുത്ത് ഈ ഇൻഡിവിജ്വൽ ആയിട്ട് പടം ചെയ്ത എല്ലാ നിർമ്മാതാക്കളെയും വഴിയാധാരമാക്കി. അതാണ് അവിടെ സംഭവിച്ചത്. അതായത് ലിസ്റ്റിന്റെ പടങ്ങളും കൂടാതെ ലിസ്റ്റിൻ ഫണ്ട് ചെയ്തിരുന്ന പടങ്ങളും ഇതുപോലെ പലർക്കും പലിശ കൊടുത്തും ഒക്കെ ചെയ്ത് കുറെ പേരെ അടിമകളാക്കി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കുറെ സിനിമകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് പുള്ളി കൊണ്ട് കൊടുത്ത് അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ആളാണ് കാണിക്കുന്നത്. മറ്റു നിർമ്മാതാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാള് സ്വന്തം കാര്യത്തിന് വേണ്ടി അസോസിയേഷന്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം എല്ലാം കൊണ്ട് കൊടുത്തു. അപ്പൊ എന്തായി? ബാക്കിയുള്ള ഇത്രയും നിർമ്മാതാക്കളുടെ പടവും വഴിയാധാരമായി. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം മറ്റു നിർമ്മാതാക്കൾക്ക്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളെ എല്ലാം ഓടിച്ചു. കൂടാതെ ഇവിടെ വരാനിരുന്ന ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം ഓടിച്ചു. ഇവിടെ മലയാള സിനിമ മുഴുവൻ നഷ്ടമാണ്. അതായത് സത്യമല്ലാത്ത ഒരു കാര്യത്തിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലാഭനഷ്ട കണക്കുകൾ എന്തിനാ? അതായത് വേറൊരു പ്രൊഡ്യൂസറിന്റെ ലാഭവും നഷ്ടവും എന്തിനാണ് ഇവർ കയറി ഇരുന്ന് പറയുന്നത്? ഇവർക്ക് എന്ത് അവകാശം? ആര് കൊടുത്തു ഈ അവകാശം? അവര് ശ്രീ ആന്റണി പെരുമ്പാവൂരിനോട് ചെയ്തത് ശരിയായ കാര്യമാണോ? അല്ല. പക്ഷെ അതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് എന്ത് വിലയാണ് ഒരു സ്ത്രീക്ക് അവർ കൊടുക്കുന്നത്? അമ്മ സംഘടനയുടെ ഉപസംഘടന പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞു. അമ്മ സംഘടനയിൽ ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിലേക്കൊരു സ്ത്രീ നേതൃനിരയിലേക്ക് എത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിലൊരു ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന കക്ഷി നേതൃനിരയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ സംഘടനയിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, മാറ്റങ്ങൾ വരട്ടെ, എല്ലായിടത്തും മാറ്റങ്ങൾ വരട്ടെ. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ വരുന്നത് നല്ലതാണ്. കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കുറച്ചുകൂടെ മൾട്ടി ടാസ്കിങ് ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ സ്ത്രീകൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ് കാര്യങ്ങൾ മാനേജ്, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു നേതൃപാഠവുമുള്ള സ്ത്രീകൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പൊ ശ്വേതാ മേനോനാണ് അതിലേക്ക് മത്സരിക്കുന്നത്. അത് എന്തൊക്കെയാണേലും അതൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകൾക്ക് വന്ന് അവരുടെ വിഷമം പറഞ്ഞാലും സംസാരിച്ചാലും മനസ്സിലാവും. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നൊരു സ്ത്രീക്ക് മനസ്സിലാവും. ആണുങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവില്ല ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം രണ്ട് രീതിയിലാണ് കെമിക്കൽസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ഒരു സ്ത്രീ വന്നൊരു വിഷമം പറയുമ്പം പുരുഷൻ അതിനെ കാണുന്നത് ഇതിനെന്താണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്, ഇവർക്ക് എന്താണ് ആവശ്യം, ഇത് പൈസയാണോ, ആ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ആ സമയം സ്ത്രീ പറയുന്നത് അവർക്ക് ചിലപ്പോൾ അതൊന്ന് വെന്റ് ഔട്ട് ചെയ്താൽ മതിയായിരിക്കും, അവർക്കതൊന്ന് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് തീർത്താൽ മതിയായിരിക്കും, അല്ലെ അവർക്കൊരു അപ്പോളജി മതിയായിരിക്കും. അത് മനസ്സിലാക്കുന്ന ഒരാള് ഈ പറയുന്ന എല്ലാ സംഘടനകളിലും വേണം. സ്ത്രീകൾക്ക് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കണം. ഇന്ന് എല്ലായിടത്തും സംവരണവും അതും ഇതും എല്ലാം നടക്കുന്നത്. നമ്മൾ സംവരണമൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, നമ്മൾ മത്സരിച്ച് ജയിക്കാന്നാ പറയുന്നത്. മത്സരിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തോപ്പിക്കേ, അല്ലാതെ ഈ കൊതിക്കറിവ് കാണിക്കുകയല്ലല്ലോ വേണ്ടത്. അതല്ലാതെ ജയിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് നോമിനേഷൻ തള്ളിയല്ലല്ലോ ഇത് കാണിക്കണ്ടേ. അവർ മത്സരിച്ച് വേണം നമ്മളെ തോപ്പിക്കാനായിട്ട്. ഞങ്ങൾ നെഞ്ചും വിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? അല്ല, അവരവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കള്ളങ്ങളെല്ലാം വെളിവാകുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ സാന്ദ്രയെ മത്സരിക്കാനായിട്ട് സമ്മതിക്കാതിരുന്നത്, കൊടുക്കാത്തത്. ഇപ്പോൾ നിർമ്മാതാക്കളുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ സാന്ദ്രയെ മത്സരത്തിനായിട്ട് അനുമതി ലഭിക്കുകയാണെങ്കിൽ സാന്ദ്രയുടെ വിജയം എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ? തീർച്ചയായിട്ടും സാന്ദ്ര വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ വിശ്വാസത്തിൽ ഡെഫിനറ്റ്ലി അത് തന്നെ. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കൂടെയുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും പുറത്ത് പറയുന്നില്ലെങ്കിലും ഒരു ബാക്കിൽ നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് വരാൻ പേടിയാണ്. കാരണം ഇവരിൽ നിന്നും ഒരു പേടി ഉണ്ടാവേണ്ടത് അത് സാധാരണയാണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി സാന്ദ്രയ്ക്ക് ഒരു വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിനെയാണ് അവർ ഭയക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം സ്ത്രീകൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ അത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് നിന്നിട്ട് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിനെതിരെ നടപടികളൊന്നും ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം നേതൃത്വങ്ങൾ എത്രത്തോളം ഗുണപ്പെടും? ഇനി അതിലെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ സാന്ദ്രയ്ക്ക്? പ്രതീക്ഷയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ കോൺക്ലേവ് നടന്നു. അതിലിപ്പം കോൺക്ലേവിൽ പറയുന്നുണ്ട് ഈ പ്രതികളായിട്ടുള്ള അല്ലെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ സംഘം ചേർന്ന് സംഘടനകളിൽ ഇരിക്കരുത് എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇതുപോലെയുള്ള ആളുകൾ, അതായത് പ്രതികളാക്കപ്പെട്ടവരും കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരും സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. അത് ഹേമ കമ്മിറ്റിയിലും പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെയുള്ളത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഇതിനൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. ഇപ്പം ഞാൻ പോലും ഈ ഗവൺമെന്റിൽ വിശ്വസിച്ച് മുഖ്യമന്ത്രിയിൽ വിശ്വസിച്ച്, മുഖ്യമന്ത്രി ആണല്ലോ ഈ പറയുന്ന SIT രൂപീകരിച്ചത്. അവിടെ മൊഴി കൊടുത്ത ഹേമ കമ്മിറ്റിയിലും മൊഴി കൊടുത്തിട്ടുണ്ട്, SITയിലും കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് വന്ന് ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ഞാൻ ഒരിക്കൽ പോലും ഒരടി പോലും പുറകോട്ട് പോയിട്ടുള്ള ഒരാളല്ല. ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് സംഭവിച്ചേക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ സംസാരിക്കുന്നത് ഇനിയുള്ളൊരു ജനറേഷന് വേണ്ടിയിട്ടാണ്. അവർക്കുള്ളൊരു സ്പേസാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകളുടെ കാര്യമോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം നമ്മുടെ തന്നെ സംഘടനകളിൽ അവരുടെ തന്നെ പാവകളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ കമ്മിറ്റിയിലും അതുപോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇപ്പം അവർക്ക് വേണ്ടി ഇപ്പം നിങ്ങളും കണ്ടതാണല്ലോ, ഇപ്പൊ അമ്മയുടെ പത്രസമ്മേളനത്തിലൊക്കെ അതുപോലുള്ള സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ എല്ലാ സംഘടനകളിലും ഉണ്ട്. പുരുഷന്മാരാൽ മാനിപ്പുലേറ്റഡ് ആയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ അത് എല്ലായിടത്തും ഉണ്ട്. പാവങ്ങൾ അത് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ അവരുടെ സങ്കടം നിരയിലേക്ക് വരുന്നത്. അത്തരം സ്ത്രീകൾ സെലക്റ്റീവായി തന്നെ എത്തുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കും എന്ന് തോന്നുന്ന സ്ത്രീകളെ അവര് ഈ പറയുന്ന നേതൃനിരയിലേക്ക് സ്ത്രീകളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥ സ്ത്രീപക്ഷമുള്ള സ്ത്രീകളല്ല. അത് അവരുടെ പല നിലപാടുകളിൽ നിന്നും പൊതുജനത്തിന് മനസ്സിലായിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പരാതിപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിലും നീതിയൊന്നും ലഭിച്ചിട്ടില്ല. സ്ത്രീകൾ ഉൾപ്പെടെ മറ്റെല്ലാ അവരെല്ലാം ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. അവരാരും തൊഴിൽ നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർക്കെതിരെ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ അവരുടെ പേരൊന്നും പറയാൻ പോലും ഈ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. അതിപ്പോൾ ഒരു നിയമത്തിന് മുന്നിൽ പോയിട്ട് പറയാൻ തയ്യാറായാൽ പോലും അത് പുറത്തേക്ക് വരാതിരിക്കണം എന്ന് തന്നെ ഈ പറയുന്ന സ്ത്രീകളടക്കം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ മൈലേജിനോ അവരുടെ മറ്റ് സിനിമകളെയോ ബാധിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ നടപടികളോ നിയമസഹായമോ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പരാതികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സാന്ദ്ര തീരുമാനിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് തന്നെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് അതിന് എന്ത് തരത്തിലുള്ള നിയമ സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്? പരാതി എന്ന് പറയുമ്പോഴേ ഇതിനകത്തൊരു വേറൊരു വലിയ കാര്യം എന്ന് പറയുമ്പം
നമ്മൾ ഈ പരാതി കൊടുക്കുമ്പോൾ ഈ നമുക്കുണ്ടായ ഒരു ഇൻസിഡന്റ് പലവട്ടം പലരോടായിട്ട് വീണ്ടും റീവിസിറ്റ് ചെയ്യാണ് അതിലേക്ക്. അതിൽ കൂടെ നമ്മൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് നമ്മളെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ പോലും കണ്ടില്ലേ ആ ട്രോമയിലൂടെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവിടെ നീതി കിട്ടുന്നില്ല. ആ സ്ത്രീയെ വീണ്ടും ഒരു കത്തി എടുത്ത് വീണ്ടും നെഞ്ചിലിട്ട് കുത്തുന്നത് പോലെയാണ്. ഞാനത് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുക. എന്നിട്ട് ഒരു കേസിന്റെ പുറത്ത് കഴിയുമ്പോൾ അടുത്ത കേസ്, അതിന്റെ പുറത്ത് അടുത്ത കേസ്, അതിന്റെ പുറത്ത് അടുത്ത കേസ്. ഇതൊന്നും നമ്മൾ ഒരു കേസും കോടതിയും ഒക്കെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ പോയി LLBക്ക് ചേർന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ല. മനസ്സിലായി കാര്യം. എന്റെ കേസ് വാദിക്കാൻ തന്നെ ഒരു വക്കീൽ വേണ്ടി വരും. അത് വേറെ ഞാൻ തന്നെ പഠിച്ചേക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോ പോയി അവസ്ഥയായി. ഇതൊക്കെ അതൊരു നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാവുന്ന കാര്യം. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മുടെ സമയവും പണവും മാത്രമല്ല നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ ഉൾപ്പെടെ നമ്മുടെ സറൗണ്ട്സിനെ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ഒരു വ്യക്തിയോട് പറയുമ്പോൾ ആ സെയിം ട്രോമയിലൂടെയാണ് നമ്മുടെ മനസ്സും ശരീരവും കടന്നു പോകുന്നത്. ഇപ്പോൾ നിയമത്തിന്റെ ഒരു പരിരക്ഷ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു മാർഗ്ഗം സോഷ്യൽ മീഡിയയിലൂടെ ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്, പല സ്ത്രീകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കെതിരെ പിന്നെ വേറൊരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. ആ അറ്റാക്കിനെ പ്രതീക്ഷിച്ചാണോ താങ്കളോട് പെരുമാറിയ ആളുടെ പേര് വെളിപ്പെടുത്താത്തത്? ഇല്ല, പേര് വെളിപ്പെടുത്താത്ത ആവശ്യമുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ എനിക്കതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ സ്ത്രീകൾ എപ്പോഴും ഉണ്ടല്ലോ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉള്ളതല്ലേ, അദ്ദേഹത്തിനും ചിലപ്പോൾ ഒരു മകളുണ്ടാവാം, കൊച്ചുമക്കൾ ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. അവര് ദയം അർഹിക്കുന്നില്ല. കാരണം അവരുടെ വൈകൃതങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വ്യക്തിയല്ല നമ്മള്. മറ്റൊരു പെണ്ണെന്ന് പറയുമ്പോൾ ഒരു പുരുഷന്റെ വൈകൃതങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ആളാണോ? അവർക്ക് എന്ത് അവകാശമാണ് നമ്മളെ ഉള്ളത് അല്ലെ? അല്ലെങ്കിൽ ഒരു പെർമിഷനോട് കൂടി ഒരു പെണ്ണിനെ സമീപിക്കുന്നത്, അതിനൊക്കെ ഒരുപാട് ഇതുണ്ടില്ലേ നമുക്ക്. പക്ഷെ അല്ലാണ്ട് ഒരു ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. ആ സെയിം ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് പോലും അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പോലും കഴിയത്തുള്ളൂ. ഇതൊരാളല്ല കേട്ടോ, നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെയുള്ള പല സ്ത്രീകളും മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. ഇപ്പൊ സംഘടനയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിനുള്ളിൽ ഒരു മുറി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ. ഒരു മുറിയല്ല, 6 മുറികളുണ്ട് അതിനകത്ത്. എല്ലാം ഓരോരുത്തർ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് പലതിനും വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അവർക്ക് അവിടെ നിന്ന് ഇപ്പൊ ഈ സ്വാതന്ത്ര്യത്തെ തന്നെ മാറ്റി നിർത്താനുള്ള കാരണങ്ങൾ തന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയാൽ പിന്നെ ഇവരുടെ ഒരുപാട് കള്ളങ്ങൾ വെളിയിലാവും. പക്ഷെ നമ്മൾ പേര് വെളിപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം ഇതിന് വളമാവുകയല്ലേ ചെയ്യുന്നത് സംഘടനയിൽ? പേര് ഞാൻ പറഞ്ഞില്ല, അല്ല ഇവിടെ വെളിപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പരാതിപ്പെടാതിരിക്കുന്നു, പൊതുസമൂഹത്തിൽ അറിയിക്കാതിരിക്കുന്നിടത്തോളം കാലം. നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളത് പറയുന്നത് വഴി അവര് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ വീട്ടുകാരും അത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത് ഈ സംഘടനയിലുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞ് മക്കളുള്ള കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അവരുടെയൊക്കെ മക്കൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഒരു ഇതില് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ റിയാക്ഷൻ? അപ്പം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഞാൻ അവരോടായി പറയുന്ന ആ ഭാര്യമാരോടും ആ മക്കളോടുമായി പറയുന്നത്. ഇപ്പം സുരേഷ് ഏട്ടന്റെ 2 മക്കളും എല്ലാവർക്കും അറിയാവുന്നവരാണ്. അതിലൊരാൾ മൂത്താൾ എൻ്റെ അതേ പ്രായമുള്ള ഒരാളാണ്. അവരൊക്കെ വേണ്ടേ റിയാക്ട് ചെയ്യാനായിട്ട്, അവരൊക്കെ വേണ്ടേ അവർക്ക് അവരുടെ അച്ഛന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഒരു സ്ത്രീയോട് ഇത്ര മോശമായി സംസാരിക്കാൻ പാടില്ല, ഇത്ര മോശമായി ഇത് ചെയ്യാൻ പാടില്ല. എന്താ അവരുടെ ബോഡി ലാംഗ്വേജ് ഇന്നലെ തന്നെ അവരുടെ ഗുണ്ടായിസമാണെന്നാണ് സാന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആണല്ലോ അത്. ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കൈ ചൂണ്ടി ബഹളം വെച്ച് സംസാരിക്കുമ്പോൾ ഒരു അടച്ചിട്ട മുറിയിൽ ഇവരെങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കധികമാണ് എന്നെയൊക്കെ ടോർച്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ധൈര്യമായിട്ട് തിരിച്ച് സംസാരിച്ചത്. ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് സാന്ദ്രയെ നയിച്ചത് എന്തിലേക്കാ? അപ്പം കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തോ? എന്താണ്? കൊടുത്തു, ഞാൻ കേസ് കൊടുത്തു. അതെ, എന്തായാലും ഇപ്പൊ കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. എനിക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം രാജവാഴ്ചയൊക്കെ ഇവിടുന്ന് പോയിട്ട് കാലങ്ങളായില്ലേ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. സാന്ദ്രയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് പ്രതീക്ഷ തന്നെയാണ് എല്ലാവരിലും ഉള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കുണ്ട്. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിജയം ഉണ്ടാകും തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.
ശബ്ദമുയർത്തുന്ന ആളുകൾ വേണം കമ്മിറ്റിയിൽ, വിമത ശബ്ദങ്ങൾ വേണം. അതല്ലാതെ എന്ത് കാണിച്ചാലും അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ ഒരു പാനൽ ഉണ്ടാക്കി, ആ പാനൽ ഞങ്ങൾ പാനൽ നോട്ട് ചെയ്ത് അത് ആളുകൾ ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും പാനൽ നോട്ട് ചെയ്യരുത്. ഏത് സംഘടനയിലാണെങ്കിലും പാനൽ നോട്ട് ചെയ്യരുത്. കാര്യം ഒരു സംഘടന പുരോഗമിക്കണം, ഒരു സംഘടനയ്ക്ക് ഒരു പുരോഗതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ വിമത ശബ്ദങ്ങൾ ഉണ്ടാവണം, സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം. അഭിപ്രായങ്ങളെ സപ്പോർട്ട്. ഇപ്പം ഞാൻ സാന്ദ്രയോടൊപ്പം നിൽക്കുന്നെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ്. അല്ല സാന്ദ്ര എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കും, ഞാൻ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം, എൻ്റെതായ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ സാന്ദ്രയോടൊപ്പം. സാന്ദ്ര പറയുന്ന കാര്യങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലാണെങ്കിലും ഞാൻ നിൽക്കുന്നത് എൻ്റെ ശരിയുടെ ഭാഗത്താണ്. അല്ലാണ്ട് ആരെന്ത് പറഞ്ഞാലും ശരി എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് കടന്നു പോയില്ലേ, നമ്മളൊക്കെ ഇവിടം വരെ എത്തി ഇല്ലേ. സാന്ദ്രയുടെ ശരിക്കും ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. Subscribe to One India and never miss an update.